നിതിൻ സേവ്യറിലേക്ക് വരാം. എസ് ശരൺ തുടരുന്നുണ്ട്. ശരൺ, സെൻട്രൽ സ്റ്റേഷനിൽ തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഇന്നലെ തന്നെ മെഡിക്കൽ പരിശോധനയടക്കം പൂർത്തിയാക്കിയിരുന്നു. ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലിലേക്ക് എന്ന അവസ്ഥ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനുണ്ടാവുക. അതുകൊണ്ട് ഇന്ന് കോടതി വഴി ജാമ്യം തേടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പ്രതിഭാഗം ഉള്ളത്. നിതിൻ സേവ്യർ ചേരുന്നു കമ്മീഷണർ ഓഫീസിൽ നിന്ന്. നിതിൻ, അവിടെ കൂടിയാലോചനകളും നീക്കങ്ങളും ഒക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥരടക്കം ബോബി ചെമ്മണ്ണൂരിന് മേൽ കുരുക്കുമുറുക്കാനുള്ള വഴികൾ തേടുകയാണോ? എത്രത്തോളം ശക്തമായ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്? തീർച്ചയായും ദിവ്യ, രാവിലെ ACP നമ്മളോട് സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ ശക്തമായ തെളിവുകൾ പോലീസിന്റെ പക്കലുണ്ട്. ജാമ്യം ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ അഡ്വക്കേറ്റ് അടക്കം അല്ലെങ്കിൽ പ്രതിഭാഗം വക്കീലടക്കമുള്ളപ്പോഴും പക്ഷേ കൃത്യമായ തെളിവുകൾ അത് തങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതായത് ഈ ഹണിറോസിന്റെ രഹസ്യമൊഴി തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് അതിലെന്താണ് ഹണിറോസ്, എന്ത് മൊഴിയാണ് നൽകിയിരിക്കുന്നതെന്ന് പ്രതിഭാഗത്തിന് അറിയില്ല. അതുകൊണ്ട് തന്നെ അത് ഏത് രീതിയിലാകും കോടതിയിൽ അതിനെ എതിർക്കാൻ പ്രതിഭാഗത്തിന് സാധിക്കുക, അല്ലെങ്കിൽ അതിന് ഒരു മുൻകൂട്ടി ഒരു ഉത്തരം തയ്യാറാക്കി വയ്ക്കാൻ പ്രതിഭാഗത്തിന് കഴിയില്ല. ഒപ്പം തന്നെ ഈ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രധാനപ്പെട്ട രേഖകൾ. അതായത് ഇത് മുൻപും പലതവണ പല സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ അശ്ലീല പരാമർശങ്ങൾ, ദ്വയാർത്ഥ പരാമർശങ്ങൾ പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. സ്വന്തം ഫേസ്ബുക്ക് പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട്, പല ഈ പരിപാടികളിൽ പങ്കുവച്ചിട്ടുണ്ട്, ഉദ്ഘാടന ചടങ്ങുകളടക്കം പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ഇയാൾ നിരന്തരമായി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അശ്ലീല പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്ന് ചൂണ്ടിക്കാട്ടാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ നടിയുമായി ബന്ധപ്പെട്ട് ഈ പല ഓൺലൈൻ ചാനലുകളുടെ FIRലടക്കം ചില ഓൺലൈൻ ചാനലുകളുടെ പേരുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ചാനലിലൂടെ ഇത്തരം പരാമർശങ്ങൾ പ്രചരിപ്പിക്കാൻ ഇയാൾ ശ്രമിച്ചു എന്നൊരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലൊരു കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. ഇതും തീർച്ചയായും ഇന്ന് കോടതിയിൽ ബോധിപ്പിക്കാൻ തന്നെയാണ് പോലീസിന് ശ്രമം. ഈ ഫോറൻസിക് പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ പോലീസ് ലഭിക്കും. അതിനു മുമ്പ് തന്നെ ഈ പ്രാഥമിക പരിശോധനയിൽ പോലീസിന് ആവശ്യത്തിലേറെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ACP രാവിലെ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പോലീസ് ഉള്ളത്. ഒപ്പം കൂടുതൽ വകുപ്പുകൾ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും കൂടുതൽ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചേരുന്നുണ്ട്. മുസ്തഫ, ഇതുവരെയും ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് ഇറക്കിയിട്ടില്ല. അധികം വൈകാതെ തന്നെ കോടതിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് അറിയുന്നത്. അവിടെ ജാമ്യം തേടാനുള്ള വഴികൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ പ്രതിഭാഗം? ഇന്ന് കോടതി വഴി തന്നെ ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിലാണോ പ്രതിഭാഗം അഭിഭാഷകരൊക്കെ ഉള്ളത്? ദിവ്യ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കുന്ന ഒരു സമയത്ത് ഇന്ന് തന്നെ റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ അത് പിന്നീട് ഈ കേസിൻ്റെ മുന്നോട്ട് പോക്കുള്ള ഗതിയെ പ്രതിഭാഗം എന്നുള്ള നിലയ്ക്ക് ബോബി ചെമ്മണ്ണൂരിന് വളരെ ദോഷകരമായി ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ എന്തായാലും അഭിഭാഷകർക്കും മറ്റും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും പ്രധാനമായ ചില പോയിന്റുകൾ കോടതിയിൽ ഉന്നയിക്കുന്നത് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുന്നത്. മുതിർന്ന അഭിഭാഷകരെയൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രാമൻപിള്ള ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇന്ന് ഈ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഹാജരാവുക. വിശദമായ വാദം നടക്കുന്നൊരു കാര്യത്തിൽ തർക്കമില്ല. കാര്യം നേരത്തെ നിതിൻ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ തവണ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. മാത്രമല്ല മാനസികമായും അതോടൊപ്പം തന്നെ വ്യക്തിപരമായും ഒക്കെ വളരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയെന്ന് പൊതുമധ്യത്തിൽ തന്നെ ഹണിറോസ് ഉയർത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് പുറമെ ഈ രഹസ്യമൊഴി ഏറ്റവും നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 2 മണിക്കൂർ മജിസ്ട്രേറ്റിന് മുമ്പിൽ നൽകിയ ഈ രഹസ്യമൊഴി, അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ഏറ്റവും നിർണായകമാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ പോലും പോലീസിന് അത് സംബന്ധിച്ച വിവരങ്ങളും ഡാറ്റകളും ഒക്കെ ഉള്ളത് 12:30 കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയുന്നത്. ഇന്ന് ജാമ്യം തേടാനുള്ള ശ്രമമാണ് പ്രതിഭാഗം നടത്തുന്നത്. ഇന്ന് റിമാൻഡിൽ കിട്ടും എന്ന് അന്വേഷണ സംഘവും കരുതുന്നു. കുരുക്കുമുറുക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിന് മേൽ അന്വേഷണ സംഘം. വിവരങ്ങളാണ് അഹമ്മദ് മുസ്തഫയും SS ശരണും നിതിൻ സേവ്യർ നൽകിയത്.